ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം എൻ്റെ ഒറിജിനൽ ഫേസാണ് കാണിക്കുന്നത്. ഇതിൽ നിന്നും ഞാൻ എൻ്റെ സാധാരണ ഫേസിലേക്ക് മാറിയ ആ ഒരു മാറ്റം നിങ്ങളും കൂടെ കാണിക്കാൻ കേട്ടോ. കുറേ ആയി നമ്മൾ ഫേസ് ക്രീമിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാറില്ല. അത് ഇതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ ഞാനിത് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഞാൻ അതിനെ എങ്ങനെ ഒരു വീട്ടമ്മയായിട്ടും റിക്കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻറ്റ് തന്ന ഒരു ഇൻസിഡൻ്റ് ആണ് കേട്ടോ. ഒരിക്കലും സമയമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊന്നും മാറ്റി വയ്ക്കരുത്, പ്രത്യേകിച്ച് സ്വന്തം കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് എനിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഞാനൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് നമ്മുടെ സാധാരണ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് തന്നെ നമ്മൾക്ക് നമ്മുടെ വീട്ടു ജോലിയോടൊപ്പം തന്നെ നമ്മളെ സ്വയം സംരക്ഷിക്കാം. ഒരു 30, 35, 40 വയസ്സായി കഴിഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾക്ക് വലിയ ചിലവില്ലാതെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ ഈ ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ. ഇതിൽ അത്യാവശ്യം നല്ല ജ്യൂസ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഈ ജ്യൂസ് വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഫേസ് പാക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. നമ്മളൊരു 35 വയസ്സ് കഴിഞ്ഞാൽ ഒരിക്കലും സോപ്പ് നമ്മുടെ മുഖത്തൊന്നും തേക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് എന്നെപ്പോലെ കരിമങ്ങലിയൊക്കെ ഉള്ളവരാണെങ്കിൽ തീരെ ഉപയോഗിക്കരുത്. ഞാൻ മിക്കവാറും ഫേസ് പാക്കിൻ്റെ വീഡിയോ ഞാൻ ഇടാറുണ്ട്. എൻ്റെ ഈ ഷോർട്സിൽ പോയാൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രയും ലിക്വിഡ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ജ്യൂസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ കൂവപ്പൊടിയൊക്കെ പോലെ ഇങ്ങനെ ഇതിൻ്റെ ഒരു പൗഡറുണ്ട്, സ്റ്റാർച്ച് എന്ന് പറയും. അതിങ്ങനെ അടിഞ്ഞിരിക്കും കേട്ടോ പെട്ടെന്ന് തന്നെ. ഒരു 2 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതാ ഇതുപോലെ ഞാൻ ആഴ്ചയിൽ 2 തവണ ഈ ഒരു ഫേസ് പാക്ക് തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു അടിയിൽ അടിഞ്ഞു കൂടുന്ന സ്റ്റാർച്ചിനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ജ്യൂസ് ഇവിടെ ഇരിക്കട്ടെ. ഇത് കണ്ടില്ലേ, ഇത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് കുറേ നേരം പുറത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു കറുത്ത കളറാണ് കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ഒരു മീഡിയം ഉരുളക്കിഴങ്ങ് ഞാൻ എടുക്കാറുണ്ട് ആഴ്ചയിൽ ഒരിക്കൽ. അപ്പോൾ അതിൻ്റെ മുന്നത്തെയാണ് ഈ ഉണങ്ങിയിരിക്കുന്നത്. ഞാൻ ഫ്രിഡ്ജിൽ തുറന്ന് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ക്രീമും ഈ ഉരുളക്കിഴങ്ങ് റോ ആയിട്ട് തന്നെ എടുത്തിട്ട് ഫേസ് പാക്കും ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇത്രയും മാറ്റം എനിക്ക് വന്നത്. ശരിക്കും അതിശയിച്ച് പോകുന്ന മാറ്റമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിപ്പോൾ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി ഞാൻ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ഇത് 2 ആക്കുകയാണ്. നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഫേസ് പാക്ക് ഇടുന്നത്. നമ്മളൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുഖത്തും കണ്ണിന് ചുറ്റുമൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ മടക്കുകൾ വരും. പ്രത്യേകിച്ച് ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കാറുണ്ട്, എൻ്റെ മുഖത്ത് കരിമങ്ങലും നന്നായിട്ടുണ്ട്. ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണ് എനിക്ക് കേട്ടോ. അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നോക്കാറ്. അപ്പോൾ മിക്കവാറും അടുക്കളയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്യാറ്. ഇതിനായിട്ട് സ്പെഷ്യലായിട്ടൊരു സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് ഇനി നമ്മൾ ഉണ്ടാക്കുന്നത്, ഇത് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് ഗോതമ്പ് ഇങ്ങനെ പരത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെ മിക്സിയിലെ കുഴച്ചെടുക്കാൻ ഉരുട്ടിയെടുത്തിട്ട് അതാണ് കേട്ടോ ഇത് ഞാനൊരു ബൗളിലാക്കി വെക്കുന്നത്. അതിന് 1 സ്പൂൺ എടുത്ത് 1 സ്പൂൺ തേനെടുത്ത് ഇനി നമ്മളിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അത് തൈരാണ് കേട്ടോ. 1 സ്പൂണോളം തൈരെടുക്കണം. ഇത് നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇതാണ് തേച്ച് കൊടുക്കേണ്ടത് കേട്ടോ. കരിമങ്ങലും ഉറപ്പായിട്ടും മാറും. ഈ 2 സ്റ്റെപ്പ് ചെയ്താൽ മതി, ആഴ്ചയിൽ 2 തവണ. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ കാലത്ത് നമ്മുടെ ജോലിയും നടക്കും, അതിനോടൊപ്പം തന്നെ ഞാൻ വീട്ടമ്മമാരെ കാര്യമാണ് പ്രത്യേകിച്ച് പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ അതാ ഒരു ഫേഷ്യൽ പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി ഈ പാക്ക് ഇവിടെ വെക്കാം കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ കുതിർന്ന് വരും. ഗോതമ്പ് പൊടിയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇതിൽ മിക്സായിട്ട് വരും. ഇനി നമുക്ക് 2ാമത്തെ സ്റ്റെപ്പ് ചെയ്യാനുള്ള പാക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇത് ഞാൻ നീക്കി വയ്ക്കുകയാണ്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാട് പണിയില്ലേ എന്നൊക്കെ തോന്നുമെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഈ ജ്യൂസ് എടുത്തിട്ട് ഏതാണ്ട് 2 സ്പൂൺ വെച്ചിട്ടാണ്. ഇനി ഇതിലേക്ക് മുൾത്താണി മിട്ടി ഇത് നമുക്ക്
ഓൺലൈനിലും നമ്മുടെ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന ലിക്വിറൈസ് പൗഡറാണ്, ഇരട്ടി മധുരം എന്ന് പറയും. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം തേനും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നേരത്തെ പോലെ തന്നെ 1 സ്പൂണോളം നല്ല കട്ടി തൈര്. അപ്പോൾ ഏതെങ്കിലും നമ്മൾ ലിക്വിഡ് പരുവത്തിലായ ഈ തൈരോ എന്തെങ്കിലും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മുൾത്താനി മിട്ടി നമുക്ക് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഇരട്ടി മധുരം എന്ന് പറയുന്ന സാധനം, അത് ഭയങ്കര നമ്മുടെ ഈ പിഗ്മെൻറ്റേഷനൊക്കെ മാറാൻ നല്ല ഒരു സാധനമാണ് കേട്ടോ. തൈര്, അതുപോലെ ഇരട്ടി മധുരം, ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് പെട്ടെന്നൊരു ഗ്ലോ തരും. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ, നമ്മൾ കോഫി പൗഡറൊക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടില്ലേ, അതുപോലത്തെ ഒരു ഗ്ലോ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ റെഗുലറായിട്ടല്ലാതെ വീക്കിലി നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, ഞാനിതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ 2 മുഖത്തിൻ്റെ സൈഡിലും കണ്ണിൻ്റെ താഴെ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് കരിമങ്ങലുള്ളത് ഞാൻ പലപ്പോഴും കാണിച്ചു തരാറുണ്ട്. അപ്പോൾ അതാ നമ്മുടെ 2 ഫേസ് പാക്കുകളോടെ റെഡി ആയിട്ട്, ഇനി ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇടുകയാണ് കേട്ടോ. അപ്പോൾ അതാ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട്. ഇപ്പോഴും ചെറിയ പാടൊക്കെ ഉണ്ട് കേട്ടോ, മുഴുവനായിട്ട് മാറിയിട്ടൊന്നുമില്ല. ഇത് ശരിക്കും ഇങ്ങനെ സൂം ചെയ്യുമ്പോൾ കാണാൻ പറ്റും 2 സൈഡും. ഇത് എളുപ്പമല്ല മാറുന്നത്, പക്ഷെ നമുക്ക് ഇതുപോലെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇനി ഇത് ഫേസ് പാക്ക് ഞാൻ ഇടുവാണ്. ഇത് ഇപ്പോൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന പൗഡറൊക്കെ ഭയങ്കര ഇങ്ങനെ ഒട്ടും തന്നെ ഇങ്ങനെ തരിയില്ലാത്തതായതുകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് ബലം പിടിച്ച് നമ്മളിതുപോലെ ഇങ്ങനെ ബലം പിടിച്ച് ചെയ്യരുത് കേട്ടോ. സാധാരണ ഫേസ് പാക്ക് ഇടുന്ന പോലെ തന്നെ ആയിരിക്കണം. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഗോതമ്പ് പൊടി ഇട്ട് ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമ്മൾക്കിതിനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ശരിക്കും 2 കൈ വെച്ചിട്ട് അങ്ങനെ സ്ലോലി, അതായത് സോഫ്റ്റായിട്ട് ഇങ്ങനെ സർക്കിളായിട്ട്, ഞാനിവിടെ കണ്ണിൻ്റെ ചുറ്റും ഇത് തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. വളരെ തിന്നായിട്ടിരിക്കുന്ന ഭാഗമാണ് കണ്ണിൻ്റെ ചുറ്റും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊരു 5 മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതായത് 5 മിനിറ്റ് ഞാൻ മസാജ് ചെയ്യാനും 5 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് പിടിക്കാനും വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകിയിട്ട് വരാം കേട്ടോ. ഇതാ ഇപ്പോൾ ഏതാണ്ടൊക്കെ ഇങ്ങനെ ഉണക്കമായിട്ടുണ്ട്. നല്ല മാറ്റമാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് വരുമ്പോൾ തന്നെ നല്ല മാറ്റമാണ് കാണുക. നമ്മളുടെ ഫേസിനൊക്കെ ഒരു നല്ലൊരു ഗ്ലോ നമുക്ക് തന്നെ തോന്നും. ഞാൻ ആദ്യം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സൂര്യാഘാതം ഏറ്റിട്ട് മുഖമൊക്കെ പൊള്ളി നല്ല വല്ലാതെ ഇങ്ങനെ ഡാർക്ക് കളറായിരുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ആ സമയത്ത് നമ്മൾ ഡോക്ടറെ കാണിച്ച മരുന്നുകൾ കഴിക്കുക എന്നല്ലാതെ നമ്മളെ സ്കിന്നിങ്ങനെ മാറ്റിയെടുക്കാനുള്ളൊന്നും അങ്ങനെ കിട്ടുമൊന്നുമില്ല. ആ സമയത്ത് മുതൽ ഇതുവരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നമ്മളെ അടുക്കളയിലുള്ള സാധാരണ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 2ാമത്തെ സ്റ്റെപ്പ്, നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ ഇരട്ടി മധുരമൊക്കെ കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്. ഇതും നല്ലോണം ഇങ്ങനെ ഒരു 20-25 മിനിറ്റെങ്കിലും ഇത് മുഖത്ത് ഇടുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ. സോഫ്റ്റായിട്ട് വേണം മുഖത്തൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മുഖത്തും കഴുത്തിലും കൈയുടെ മേലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഈ പൊള്ളിയ പാടുകൾ പോലെയൊക്കെ കാണുന്നത് ഒന്ന് പോകാനായിരുന്നു. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ്റ് ഇല്ലാത്തൊരു സമയങ്ങളൊക്കെ ഇങ്ങനെ വരും ചില സമയങ്ങളിൽ. പ്രത്യേകിച്ച് ഈ കരിമങ്ങല്യത്തിൻ്റെ കൂടെ സൂര്യാഘാതത്തിൻ്റെയും കൂടെ ആ ഒരു എഫക്റ്റ് വന്നപ്പോൾ ശരിക്കും നല്ല ഡാർക്ക് കളറായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടിയായിരുന്നെങ്കിലും എന്നാലും ഞാൻ കഴിയണതും ഞാൻ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിത് ഉപയോഗിച്ച് നോക്കി ഇതിൻ്റെ റിസൾട്ട് അടക്കമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. പെട്ടെന്നൊരു ഗ്ലോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് കാര്യമില്ല. നമ്മളൊരു കാര്യം ചെയ്യും, അതിൻ്റെ റിസൾട്ട് കിട്ടണം. അപ്പോൾ അതൊരു 25 മിനിറ്റ് ഇങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ഉണ്ടായിരുന്നില്ലേ, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായില്ലേ, ഇനി ഈ വെള്ളം നമുക്ക് കളയാം. അതിൻ്റെ താഴെ ഇങ്ങനെ അടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസിൻ്റെ അടിയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിരുന്നത് ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് കാണിച്ചില്ലേ. അപ്പോൾ ഈ വെള്ളം നമുക്ക് കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഒന്ന് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ കുവപ്പൊടി പോലെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട്, ഒരു ബൗൾ നിറയെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതായത് ഒരു 1/2 കപ്പോളം വെള്ളം ഉണ്ടാവും കേട്ടോ. നമ്മൾ മെഷർമെൻറ്റ് 250 ml ഒരു ബൗൾ എടുക്കുകയാണെങ്കിൽ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് അരിച്ച് മാറ്റാം. ഞാൻ ക്രീം ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ. നമ്മൾക്ക് എന്നും ഡേ ഓർ നൈറ്റ് ഞാൻ ഉപയോഗിക്കുന്ന ക്രീമാണിത്.
അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരമായിരിക്കും. ഈ കരിമങ്ങല്ല് ഉള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് കരിമങ്ങല്ല് മാറുന്ന വീഡിയോസ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഇതുപോലെ എനിക്കുള്ള പോലെ കരിമങ്ങലൊക്കെ ഉള്ള എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു മാറ്റം ഞാനത് എങ്ങനെ ചെയ്തെന്നുള്ളതും കൂടിയാണ് ഞാൻ കൃത്യമായിട്ട് തെളിവടക്കം കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കൂവപ്പൊടി വിരകുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുക അതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് സ്റ്റീൽ പാത്രത്തിലായതുകൊണ്ട് ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ മീഡിയത്തിലിട്ട് കൊടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത്. പെട്ടെന്ന് തന്നെ അത് കട്ടയാവുകയും ചെയ്യും, അടിയിൽ പിടിക്കുകയും ചെയ്യും. അതൊരിക്കലും പാടില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറുകി വരും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും വെള്ളം ഇങ്ങനെ ടൈറ്റായി വരുന്നത് കേട്ടോ. ഇത് നല്ല അടിപൊളി ക്രീമാണ്. പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ക്രീമാണ്. എൻ്റെ കയ്യിൽ ഇപ്പോഴും അത് സ്റ്റോർ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി സ്പൂണിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ താഴോട്ട് ഇടുമ്പോൾ വെള്ളം പോലെ തോന്നരുത് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് ആവാനുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ശരിക്കും ഇത് നിർത്താതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അത്രയും പെട്ടെന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ വീട്ടുജോലിയുടെ ഇടയിലൊക്കെ എൻ്റെ സ്വന്തം കാര്യത്തിന് ഞാൻ സമയം കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഏതാണ്ടൊക്കെ ഇതിങ്ങനെ ആയി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതിലധികം വെള്ളമൊന്നുമില്ല. ഇനി കുറച്ചും കൂടെ നമ്മളിത് ചൂടാറിക്കഴിഞ്ഞാൽ അതൊന്നും കൂടെ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ അത്യാവശ്യം ഇത് ആയി വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. ഇതിപ്പോൾ ഇളക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ നീങ്ങുമ്പോൾ തന്നെ അടിഭാഗം കാണുന്നുണ്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കണക്ക് കേട്ടോ. ഇതിനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചൂടാറുന്നവരെ ഒരു 15 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതാ നല്ലോണം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ചൂടാറി വരും. നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഫ്ലാക്സ് സീഡൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ അതുപോലെയാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്രീം ഉണ്ടാക്കാനായിട്ട് അത് ഞാൻ അലോവേര ജെല്ല് വാങ്ങിച്ചതിൻ്റെ ഒരു ബോട്ടിലാണ്. കാസ്റ്റർ ഓയിൽ വേണം. കാസ്റ്റർ ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ ഓപ്ഷനിലാണ് കേട്ടോ ഇത്. ബാക്കിയെല്ലാം നിർബന്ധമായിട്ടുള്ളതാണ്. ഇനി വേണ്ടത് അലോവേര ജെല്ലാണ് കേട്ടോ. ഇതൊരു 100 രൂപയ്ക്ക് ഞാൻ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വിറ്റാമിൻ ഇ ടാബ്ലറ്റ്. ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഈ ക്രീം ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ അലോവേര ജെല്ലാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾക്ക് ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ ചേർക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അതൊത്തിരി ദിവസമൊന്നും അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ കഴിയുന്നതും ഞാൻ ഇതുവരെ ഉണ്ടാക്കിയത് ഇങ്ങനെയാണ് കേട്ടോ. ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മുഖത്തെ പാടുകൾ ഇതെല്ലാം ഒന്ന് പോകാൻ വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇനി അലോവേര ജെല്ല് ഞാനിതുപോലെ സ്പൂൺ വെച്ചിട്ടാണ്, നമ്മളെല്ലാം സ്പൂണിലെടുക്കുന്നത്. എല്ലാവരുടെയും കയ്യിൽ സ്പൂണാണ് ഏറ്റവും കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു 3 സ്പൂണെങ്കിലും അലോവേര ജെല്ല് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അലോവേര ജെല്ലിന് ശേഷം 3 വിറ്റാമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിക്കണം. വിറ്റാമിൻ ഇ ടാബ്ലറ്റ് നല്ല നമ്മുടെ സ്കിന്നൊക്കെ നല്ല മിനിസോ ഉണ്ടാവാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ വിറ്റാമിൻ ഇ. അത് നമ്മൾ മുടിയിലേക്ക് വരെ എടുക്കാറുണ്ട്. അപ്പോൾ 3 എണ്ണം തന്നെ വേണം. 3 സ്പൂണോളം അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി കാസ്റ്റർ ഓയിലാണ്. അതൊരു 3 തുള്ളിയെങ്കിലും മതി കേട്ടോ. കാസ്റ്റർ ഓയിൽ നല്ല കട്ടിയിലാണ് ഇരിക്കുക. ഇത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇനി ഞാനിവിടെ ഒരു 1/2 സ്പൂണോളം സാധാരണ അടുക്കളയിലൊക്കെയുള്ള വെളിച്ചെണ്ണയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾക്ക് നല്ല ഇങ്ങനെ ഗ്രൈൻഡറൊക്കെ ചെറുതുണ്ടെന്ന് പൊടിക്കുന്ന ഗ്രൈൻഡറല്ലേ, അതൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇട്ട് നന്നായിട്ട് ഇതിനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നല്ല ക്രീം, നല്ല വൈറ്റ് കളറിലുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്നും എല്ലാതും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് അടിച്ച് നല്ല പതപ്പിച്ച് ഈ ഒരു രൂപത്തിലാക്കാം. നല്ല സോഫ്റ്റായിട്ടാണ്, പഞ്ഞിക്കിട്ട് പോലെയാണ് ഇരിക്കട്ടെ കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചാണ് ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ശരീരത്ത്
ഇങ്ങനെ മുഖത്തും കഴുത്തിലും കൈമേലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു മോയ്സ്ചർ ക്രീമൊക്കെ തേക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ മുഖം നല്ല ഇങ്ങനെ എനിക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടാണുള്ളത്. അത് അതേപോലെ തന്നെ ക്രീമാണെങ്കിലും അതുപോലെ തന്നെ ഫേസ് പാക്ക് ആണെങ്കിലും ഞാൻ അതേപോലെ തന്നെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ മുന്നേ ഞാൻ ഈ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഞാൻ ആ ഫേസ് പാക്ക് ഉണ്ടാക്കിയില്ല. അതിന് പകരം തൈരും തേനും അരിപ്പൊടിയും കൂടെ മാറി മാറി ഉപയോഗിച്ചാലും അതേ എഫക്റ്റ് തന്നെയാണ് കിട്ടുക കേട്ടോ. അതാണ് ഞാൻ ആദ്യം ഞാൻ ഇട്ട വീഡിയോയിലുള്ള നല്ല വൈറ്റ് കളറിലുള്ളത്. അപ്പോൾ ഇതാ ഒരു ബോട്ടിലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്രീം. ഇത് നമുക്ക് ഞാനിതുവരെ പുറത്ത് വെച്ച് നോക്കിയിട്ടില്ല, എത്രമാത്രം ഇരിക്കുമെന്ന് എനിക്കറിയില്ല, നമ്മളിതിൽ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഉപയോഗിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. ഇനി ഇതുപോലെ അടച്ച് വെച്ച് നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ ഒരു 2 ആഴ്ച 3 ആഴ്ച വരെയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എനിക്കിതുവരെ ഒന്നും ചീത്തയായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കയ്യിലിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ക്രീം ഒന്നും വേണ്ട കേട്ടോ. അത്രയും നല്ല എഫക്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒരു ഡബ്ബയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള ക്രീമാണിത്. അപ്പോൾ ഈ ഫേസ് പാക്കും ക്രീമും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഉണങ്ങി വരുന്നൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ വെള്ളം ഇങ്ങനെ കയ്യിലെടുത്ത് ഇതുപോലെ നനച്ച് കൊടുക്കണം. പെട്ടെന്ന് പോയിട്ട് മുഖം കഴുകരുത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഡ്രൈ ആയിന്ന് തോന്നുന്ന ആ ഭാഗത്തൊക്കെ ഒരുപാട് ഡ്രൈ ഒന്നും ആവില്ല കേട്ടോ. 20-25 മിനിറ്റിലൊന്നും നമ്മൾ അത്രയും കട്ടിയിലാണ് ഇട്ടിട്ടുള്ളത്. നമ്മളിങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു കർച്ചീഫ് വെച്ചിട്ടോ ഒരു കോട്ടൺ വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ ശരിക്കും നല്ല ഗ്ലോ ആണ് കേട്ടോ ഉണ്ടാവുക. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫേസ് പാക്കാണിത്. പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മൾ ഏത് ഫേസ് പാക്ക് ഉണ്ടാക്കിയാലും പെട്ടെന്ന് നമുക്ക് അതിൻ്റെ റിസൾട്ട് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്നതാണത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഇത് ചെയ്ത് നോക്കണേ. മുഖത്തെ പാടുകൾ അതുപോലെ ടീനേജ് പിള്ളേർക്കൊക്കെ മുഖക്കുരു വന്ന പാടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പോകാൻ ഇതുപോലെ 2-3 ദിവസത്തിലൊരിക്കൽ ഈ ഫേസ് പാക്ക് ഇട്ടാലും മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതുപോലെ ഇതിനെ തുടച്ചെടുക്കുകയാണ്. ഇത് ഞാൻ നനച്ചതിന് ശേഷം തുടച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ചേഞ്ച് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ഈ ഭാഗത്ത് എന്നും മഴയായിരുന്നു. ഈ ഇടനേരങ്ങളിലൊക്കെ നല്ല വെയിലുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. വെയിൽ നേരിട്ടടിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ട് നനച്ച് ഇതുപോലെ ചെറുതായിട്ട് സോഫ്റ്റായിട്ട് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. ഇത് മുഖത്ത് കണ്ടില്ലേ, പെട്ടെന്നൊരു ഗ്ലോ കിട്ടും നമുക്കിത്. ഇത് നമ്മൾ ഇതേപോലെ വീക്കിലി 2 തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എനിക്ക് എത്രമാത്രം ഗ്ലോ ഉണ്ടെന്ന്. ഞാൻ ആദ്യത്തെ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച എൻ്റെ മുഖം ഇപ്പോൾ എൻ്റെ മുഖം വേറെ തന്നെ അറിയാൻ പറ്റുന്നില്ലേ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം എൻ്റെ വീട്ടിലെ ജോലികളൊപ്പം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഈ ക്രീം തേക്കുന്നതാണ്. ക്രീം ഇതുപോലെ കുളി കഴിഞ്ഞ് വന്ന് ചെറിയൊരു വെള്ളത്തിൻ്റെ ആ ഒരു അംശം മാറുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളിത് തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ.